മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കേരളത്തിന് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഗോവയിലെ പഞ്ചിബ് ദേവാലയം. അവിടെയാണ് പരിശുദ്ധനായ അൽവാരീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. വൈദികനായിരിക്കെ കത്തോലിക്ക സഭയിൽ നിന്ന് ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ച മാർ അൽവാരീസ് മഹായോഗിയും മനുഷ്യസ്നേഹിയും സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ഏറെ പീഡകൾ സഹിക്കുകയും ചെയ്ത പുണ്യപിതാവാണ്. ആ പിതാവിന്റെ 102ാം ഓർമ്മ പെരുന്നാളായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ 22, 23. ഈ പുണ്യപിതാവിന്റെ ത്യാഗോജ്വലമായ ജീവിതം നാം പഠിച്ചിരിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അതിനുള്ള ശ്രമമാണ് അടുത്ത ഏതാനും ആഴ്ചകളിലായി നാം നടത്തുന്നത്. പുണ്യവാനായ മാർ അൽവാരീസ് അശരണർക്കാശ്രയമായവൻ നിൽക്കുന്നു, ആർത്തനായ ബഹീനനായി ഭിക്ഷകളേറെ കൊടുത്തവൻ വീതിയിൽ ഭിക്ഷയാചിക്കുന്നു യാചകനായിതാ. അന്നവസ്ത്രാദികൾ നൽകിയോ നിന്നിതാ, നിൽക്കുന്നു നഗ്നനായി ഖിന്നത പൂണ്ടിതാ. ആക്ഷേപമേറെ സഹിച്ചിട്ടുമായോഗി പ്രാർത്ഥിച്ചു തെല്ലും ശപിച്ചില്ലൊരുത്തരേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നേക്കും തന്നെ ആമേൻ. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ കേട്ട ഈ കവിതയിൽ പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു പുണ്യവാനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രിയ കൂട്ടുകാരെ, ഗോവയിൽ കബറടങ്ങിയിരിക്കുന്ന അൽവാരീസ് മാർ യൂലിയോസ് എന്ന പുണ്യപിതാവിനെ കുറിച്ചുള്ളതാണ് നാം കേട്ട ഈ വരികൾ. ആ പിതാവിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണ്ടേ? ഭാരതത്തിലെ ഒരു ചെറിയ സംസ്ഥാനമായ ഗോവയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ചിലർ അവിടെ പോയിട്ടും ഉണ്ടാവും. മനോഹരമായ കുന്നുകളാലും താഴ്വരകളാലും നദികളാലും തടാകങ്ങളാലും കടൽ തീരങ്ങളാലും പച്ചപ്പട്ടു വിരിച്ച് നിൽക്കുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശം. ഗോവയുടെ തലസ്ഥാനമായ പഞ്ചിമിൽ നിന്നും കിഴക്കോട്ട് നോക്കിയാൽ നമുക്ക് കാണാം മണ്ഡോവി നദിയുടെ തീരത്ത് ഒരു കുന്ന്. റൈബന്ദർ എന്ന സ്ഥലത്തിലെ ആ കുന്നിന്റെ മുകളിലായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മനോഹരമായ ഒരു ദേവാലയം. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ വിശുദ്ധ മർബഹായുടെ ഒരു വശത്തായി നമുക്ക് കാണാം ഈ പുണ്യവാന്റെ കബറിടം. ഇന്ന് അനേകായിരങ്ങൾ ഈ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം തേടി ഈ തീർത്ഥഭൂമിയിൽ എത്തുന്നു. 97 വർഷങ്ങൾക്ക് മുമ്പ് കാലം ചെയ്ത ഈ മഹിതാചാര്യന്റെ ഓർമ്മ സെപ്റ്റംബർ 23-ാം തീയതി നമ്മുടെ മലങ്കര സഭ ഭക്തി ആദരപൂർവ്വം ആഘോഷിക്കുന്നു. മുൻപ് മുംബൈ ഭദ്രാസനത്തിൽ അധീനതയിലായിരുന്ന ഈ ദേവാലയം ഇന്ന് അഭിവന്യ യാക്കോബ് മാർ ഏലിയാസ് മെത്രാപ്പോലിത്ത അധിപനായിരിക്കുന്ന ബ്രഹ്മവാർ ഭദ്രാസനത്തിലാണ്. ഗോവ എന്ന മനോഹര ദേശത്തെ ഈ പുണ്യവാന്റെ കബറിടം കാണുവാൻ ഏവർക്കും ആഗ്രഹം ഇല്ലേ? ഗോവയിലെ വെർണ എന്ന കൊച്ചു ഗ്രാമം 1836 ഏപ്രിൽ മാസം 29-ാം തീയതി ഒരു കുലീന കത്തോലിക്ക കുടുംബത്തിൽ അന്റോണിയോ ഫ്രാൻസിസ് സേവിയർ അൽവാരിസ് ജനിച്ചു. മാതാപിതാക്കളുടെ സുഹൃത ജീവിതം ബാല്യകാലത്തിൽ തന്നെ അദ്ദേഹം സംശീകരിച്ചു. ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം വൈദികനാകാൻ ആഗ്രഹിക്കുകയും ഗോവയിലെ തന്നെ റിച്ചുൾ സെമിനാരിയിൽ ഫിലോസഫിയും വേദശാസ്ത്രവും അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ബോംബെയിലെത്തി ജെസ്യൂട്ട് സ്കൂളിൽ ഏകദേശം 8 വർഷത്തോളം അധ്യാപക വൃത്തി ചെയ്തതായി ചരിത്രകാരന്മാർ പറയുന്നു. അതിനിടയിൽ ഇദ്ദേഹത്തിന്റെ കഴിവുകളും
ആത്മീയതയും മനസ്സിലാക്കിയ ബോംബെയിലെ ആർച്ച് ബിഷപ്പ് വോൾട്ടർ എസ്റ്റീൻ 1862 ഇദ്ദേഹത്തിന് വൈദിക സ്ഥാനം നൽകി. വൈദികനായി ഗോവയിൽ മടങ്ങിയെത്തിയ ഇദ്ദേഹം പാതിരി അൽവാറസ് എന്ന് അറിയപ്പെട്ടു. ഒരു മനുഷ്യസ്നേഹിയും ദേശസ്നേഹിയും സാമൂഹ്യ പരിഷ്കർത്താവും എഴുത്തുകാരനും പത്രാധിപനും ഭാഷാ പണ്ഡിതനുമായിരുന്നു ഇദ്ദേഹം. പുരോഗമന ചിന്താഗതിക്കാരനായ ഈ പിതാവ് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ആയിരുന്ന പോർട്ടുഗീസ് ഗവൺമെന്റിന്റെയും കത്തോലിക്ക സഭയുടെയും സമീപന രീതികളെ വിമർശിക്കുകയും നമ്മുടെ ഭാരതത്തിന്റെ ദേശീയതയെ തകർക്കുന്ന പ്രവർത്തനങ്ങളെ എതിർക്കുകയും ചെയ്തു. മാത്രമല്ല, ഗവൺമെന്റിന്റെ അക്രമത്തിനും അനീതിക്കും എതിരെ ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്ന പാതിരി അൽവാറസ് തന്റെ തൂലിക ചലിപ്പിച്ചു. അതിൽ രോഷാകുലരായ അധികാരികൾ തന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും പത്രസ്വാതന്ത്ര്യത്തിനും വിലക്ക് കൽപ്പിച്ചു. അധികാരികളുടെ ക്രൂരമായ കരവലയത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ പാതിരി അൽവാറസ് ആഗ്രഹിക്കുകയും മറ്റ് സഭകളുടെ വിശ്വാസ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം അറിയുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പാശ്ചാത്യ സഭയായ റോമ പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായി പൗരസ്യ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തെ അറിയുകയും അദ്ദേഹം പഠിക്കുകയും ചെയ്തു. അങ്ങനെ 1887 മലങ്കര ഓർത്തഡോക്സ് സഭ വിശ്വാസത്തെ അദ്ദേഹം സ്വീകരിച്ചു. മലങ്കരയിലെത്തിയ പാതിരി അൽവാറിസിന്റെ ആത്മീയ ജീവിതവും നിഷ്ഠയും മനസ്സിലാക്കിയ പരിമല തിരുമേനി അദ്ദേഹത്തിന് റെമ്പാൻ സ്ഥാനം നൽകി. പിന്നീട് 1889 ജൂലൈ 29 പഴയ സെമിനാരിയിൽ വെച്ച് അൽവാരിസ് മാർ യൂലിയോസ് എന്ന നാമധേയത്തിൽ മെത്രാനായി വാഴിച്ചു. അന്നത്തെ പിതാക്കന്മാരായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്നാസ്യോസ്, പരുമല ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ്, കണ്ടനാട് മാർ ഈവാനിയോസ്, കടവിൽ മാർ അത്താനാസ്യോസ് എന്നിവർ സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ബാഹ്യ കേരള ഭദ്രാസന ചുമതല നൽകിയ ഇദ്ദേഹത്തിന് സിലോൺ, ഗോവ, ഇന്ത്യയിലെ മലബാർ ഒഴികെയുള്ള പ്രദേശങ്ങൾ എന്നിവയാണ് സ്ഥാനാരോഹണ കൽപ്പനയിൽ നിർദ്ദേശിച്ച് നൽകിയത്. ഇന്ന് അദ്ദേഹം ബാഹ്യ കേരള പ്രഥമ മെത്രാപ്പോലീത്തയായി അറിയപ്പെടുന്നു.